കർമ്മം ചെയ്തവർക്കേ ഭഗവാൻ അതിന്റെ ഫലം കൊടുക്കൂ. നാരായണ നാരായണ നാരായണ. എന്താ ബോധിച്ചില്ലേ? നീ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ സഹായിക്കുമെന്ന്. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അപ്പൊ പാപകർമ്മങ്ങളെ ചെയ്തിട്ടുള്ളൂ അല്ലേ? അണ്ടികളെ ഞണ്ണാരെ പോലെ തെക്ക് വടക്ക് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഓ, ഇതിനെ ഇവിടുന്ന് മാറ്റാൻ ആരും ഇല്ലേടാ ഇവിടെ. തളർവാദം പിടിച്ച് എഴുന്നേക്കാൻ വയ്യെങ്കിലും നാക്കിന് കുഴപ്പമില്ല. എടാ ചന്ദ്രപ്പ, ഗുണ്ടുവാസു, ഞങ്ങളിവിടെ ഉണ്ട്. തന്തയാണെങ്കിൽ എന്നോട് തർക്കുത്തരം പറഞ്ഞാൽ ഇടപ്പള്ളി രാമനാര് സഹിക്കില്ല. പൊക്കിയെടുത്ത് അകത്തോട് വെക്കടാ. കുതിരഗോപാല, വലിയ മുതലാളി ഒന്ന് പൊക്കടാ. പൊക്കടാ. ഒന്നിനൊക്കെ കൊള്ളാം, താഴത്തിട്ട ചവിട്ടി ഞാൻ. അനങ്ങിയിട്ട് വേണ്ടേ ചവിട്ട? എന്താടാ? അമ്പലക്കേസിന്റെ വിധി വന്നു. ജയിച്ചു. ജയിച്ചോ? ആര് പറഞ്ഞു? ആരും ഇനി പറയാനും അറിയാനും ഇല്ല. ഇടപ്പള്ളി തറവാട്ടി വന്ന് ഈ പാലാരിവട്ടം പെരിപ്പോസ് കള്ളം പറയില്ല. കേസ് ജയിച്ചു. എടാ ഗുണ്ടുവാസു, എടപ്പള്ളി രാമനാര് ജയിച്ചുള്ളതൊക്കെ പുണ്യകർമ്മങ്ങളാണെന്ന് എന്റെ തന്തയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ. നാളെ ഉച്ചയ്ക്ക് വാർഡിലെ എല്ലാവർക്കും എന്റെ വക സദ്യ. അത് വേണ്ട. ഉച്ചക്കിലത്തെ സദ്യ കളമശ്ശേരി കൃഷ്ണൻ നായർ ഭംഗിയാക്കാൻ ഏർപ്പാട് ചെയ്യും. ഇടപ്പള്ളിക്കാര് രാത്രി കഞ്ഞി കഴിച്ചാ മതി. കേസ് ജയിച്ചത് അവരാ. തോറ്റു തോറ്റു തൊപ്പിയിട്ടു. ഞാൻ എപ്പോഴും ഉപദേശിക്കണതാ നന്മ ചെയ്യണമെന്ന്. പൊക്കടാ, പൊക്കിയെടുത്ത് തന്നെ അവന്റെ മുന്നിൽ കൊണ്ട് വയ്ക്കടാ. എടോ, നിങ്ങളുടെ നേതാവ് വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഞങ്ങളുടെ പ്രസിഡന്റ് സഖാവ് ശങ്കരമേനോൻ കൃത്യനിഷ്ഠമുള്ള ആളാ. വരുന്നു പറഞ്ഞാൽ വരും. മുതലാളിയേ, വിധി വന്നു, വിധി വന്നു. അമ്പലക്കേസിലെ വിധി വന്നു. എന്റെ ഭഗവതി. ഹൈക്കോടതിയിലെ പിയൂൺ എന്ന നിലയിൽ വിധി വന്ന ഉടനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. തോറ്റു. ഇനി ഇപ്പൊ മുണ്ടും തലയിട്ടോട് നടന്നാ മതി. നാണം കെട്ടു, നാളെയില്ലേ? അവിടെ ചെന്ന് ജയിച്ചു എന്ന് പറഞ്ഞതേ ഉള്ളൂ അടി. എന്നാ പിന്നെ ഇവിടെ വന്ന് തോറ്റു എന്ന് പറയാന്ന് കരുതി. അപ്പോഴും അടി. തോറ്റത് അവരാ, ജയിച്ചത് നമ്മളും. എന്റെ ഫിലിപ്പോസേ, നേരാണോടാ? നമ്മള് ജയിച്ചല്ലേ? സഖാവ് ശങ്കരമേനോൻ സിന്ദാബാദ്. സഖാവ് ശങ്കരമേനോൻ സിന്ദാബാദ്. യുക്തിവാദി സംഘം സിന്ദാബാദ്. യുക്തിവാദി സംഘം സിന്ദാബാദ്. സഖാവ് ശങ്കരമേനോൻ സിന്ദാബാദ്. സഖാവ് ശങ്കരമേനോൻ സിന്ദാബാദ്. യുക്തിവാദി സംഘം സിന്ദാബാദ്. യുക്തിവാദി സംഘം സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. ശങ്കരമേനോൻ അഭിവാദ്യങ്ങൾ. ശങ്കരമേനോൻ അഭിവാദ്യങ്ങൾ. ശങ്കരമേനോൻ സിന്ദാബാദ്. സഖാവ് 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 ശങ്കരമേനോൻ സിന്ദാബാദ്. കളമശ്ശേരി കൃഷ്ണൻ നായർ, ദിസ് ഈസ് എ പ്ലസന്റ് സർപ്രൈസ്. ശങ്കര, നീ ഇവിടെ ഒരു മീറ്റിംഗിന് വരുന്നുണ്ടെന്ന് പത്രത്തിൽ കണ്ടു. എന്നാ വന്നൊന്ന് കാണാമെന്ന് വെച്ചു. നിനക്കൊരു മാറ്റമില്ലല്ലോ. അല്പം തടിച്ചു, അല്പം നരച്ചു. നിന്റെ കാര്യത്തിൽ അത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ മീറ്റിംഗ് കഴിച്ചിട്ട് വീട്ടിലൊന്ന് കയറിയിട്ടേ പോകാവൂ. ഷുവർ. 30 വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ. കേറിയ മാത്രമല്ല, ചാപ്പാടും കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എന്താ പണിക്കർക്കറിയാവോ, ഞാൻ ഇവനും മഹാരാജ് സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചതാ. അന്നേ ഉണ്ട് ഇവൻ അല്പം സോഷ്യലിസവും യുക്തിവാദവും ഒക്കെ. അന്നത്തെ ബുദ്ധിജീവിത്താല് ദാദാ ഇതുവരെ കളഞ്ഞിട്ടില്ല. നീ ഇതുവരെ എവിടെയായിരുന്നടാ? ഡൽഹി യൂണിവേഴ്സിറ്റിയില്. റിട്ടയർ ചെയ്തതിനു ശേഷം എറണാകുളത്തെത്തി. ശിഷ്ടജീവിതം നാട്ടിലാവട്ടെ എന്ന് വെച്ചു. ആട്ടെ, ഇപ്പൊ നിന്റെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തവൻ ബാലേന്ദ്രൻ ഒരു കമ്പനിയിൽ എക്സിക്യൂട്ടീവാ. അവന്റെ ഇളയതിനെ കെട്ടിച്ചു.
ബോസ്റ്റണിലോ അമേരിക്കയില. അതിന്റെ ഇളയതും പെണ്ണ്, അവൾ പഠിക്കുന്നു. ഭാഗ്യവാൻ. എനിക്ക് 3 പെണ്ണാ. മൂത്തവളെ കെട്ടിക്കാൻ ആലോചന തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ജാതകമൊന്നും ചേരുന്നില്ലടോ. ജാതകം മാങ്ങാത്തൊലി. പെണ്ണിനും ചെറുക്കനും ഇഷ്ടമാണെങ്കിൽ കല്യാണം അങ്ങ് നടത്തണോടോ. എന്റെ മോനാണെങ്കിൽ ഒരൊറ്റ പെണ്ണിനെയും ബോധിക്കുകയില്ല. അതാ കഷ്ടം. അല്ല, സാറിന്റെ മോന്റെ നാളെന്താ? പൂരുട്ടാതെ. പൂരുട്ടാതി പുരുഷനും അശ്വതി പിറന്ന അച്ചി നല്ല കോമ്പിനേഷനാ. കിഷൻ നായരുടെ മൂത്ത മകൾ അശ്വതിയുടെ നക്ഷത്രവും അശ്വതിയാ. എന്താടോ, നമുക്ക് ഒന്ന് ആലോചിച്ചാലോ? കല്യാണാലോചനയ്ക്കും മറ്റുമല്ല ഞാനിവനെ ഇങ്ങോട്ട് ക്ഷണിച്ചോണ്ട് വന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇതിനെ കാണുക. ആ, അതൊരു ബന്ധത്തിനുള്ള നിമിത്തമാണെന്ന് കരുതടോ. നമുക്ക് ജാതകം നോക്കാം. ആ, പഠിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടാണ് റിട്ടയർ ചെയ്തെങ്കിലും അല്പം ജ്യോതിഷത്തിന്റെ ഏർപ്പാടുണ്ട്. ചെറിയൊരു ഹാബി, ദാറ്റ്സ് ഓൾ. രഹസ്യകരമായ ഒരു കൂടിക്കാഴ്ച. ദാറ്റ്സ് ഗുഡ്. നമുക്ക് ആലോചിക്കാം. കുട്ടികൾ തമ്മിലൊന്ന് കാണട്ടെ, എന്നിട്ട് അവര് തീരുമാനിക്കട്ടെ. എന്നാ വൈകിക്കണ്ട. കേസ് ജയിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ക്ഷേത്രയോഗമല്ലേ ഞായറാഴ്ച. പെണ്ണുകാല തിങ്കളാഴ്ച ആവാം. സൗദാമിനി, ഞങ്ങള് സംസാരിച്ച് ഒരു പെണ്ണുകാലിന്റെ വക്ക് വരെ എത്തി. ഇവന്റെ മകൻ ബാലചന്ദ്രൻ നമ്മളുടെ മകൾ അശ്വതിയെ കാണാൻ തിങ്കളാഴ്ച വരിക. ഗുഡ് മോർണിംഗ് സർ. എന്താ വാസുദേവ? ബാലേന്ദ്രൻ സാറിനെ ഒന്ന് കാണണം. അവൻ ഉറങ്ങി എഴുന്നേറ്റോന്ന് അറിയില്ല. ഇന്നലെ രാത്രിയാ വന്നേ. എന്താ വിശേഷം? എന്റെ സ്കൂട്ടറിന്റെ കീ കളഞ്ഞുപോയി. ഇന്ന് ബന്ധായതുകൊണ്ട് ഒറ്റ വർക്ക്ഷോപ്പും തുറന്നിട്ടില്ല. എങ്ങനെയെങ്കിലും സ്കൂട്ടർ ഒന്ന് തുറക്കണം. അത് കൊള്ളാലോ. അവൻ ഇന്നലെ രാത്രി വന്ന് കയറിയതേയുള്ളൂ. അപ്പോഴേക്കും പൂട്ട് തുറക്കാൻ ആളെത്തി. ഞാൻ എന്റെ മകനെ MSc വരെ പഠിപ്പിച്ചത് പൂട്ടു തുറക്കാൻ വേണ്ടിട്ടല്ല. അവൻ എക്സിക്യൂട്ടീവാ, പൂട്ടു തുറപ്പനല്ല. അങ്ങനെ പറയരുത് സർ. എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതിരിക്കുക. അത്യാവശ്യം ഒരു മരുന്ന് വാങ്ങാനാ. ചേടാ, ആർക്കെവിടെ പൂട്ട് വീണാലും എല്ലാരും കൂടി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയാലോ? ഇത് വലിയ ശല്യമായല്ലോ. എതിര് പറയരുത് സർ. അംബികെ, അവൻ എഴുന്നേറ്റോ നോക്ക്. അതെ, ഞാൻ ഈ പൂട്ട് തുറക്കുന്ന പരിപാടി നിർത്തി. ഇതും പറഞ്ഞ് ഇനി ആരും ഇങ്ങോട്ട് വരണ്ട. അയാളുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറയുന്നു. നീ അതൊന്ന് തുറക്കാവോ നോക്ക്. അത് കൊള്ളാം. എല്ലാരും എന്നെ പൂട്ട് തുറപ്പാന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. താക്കോലും കളഞ്ഞിട്ട് ആരെങ്കിലും വന്നാൽ തുറന്നു കൊടുക്കാനും പറയും. അമ്മയ്ക്ക് എന്താ അസുഖം? തലചുറ്റി വീണു. എപ്പോ? രാവിലെ. ഏതാ സ്കൂട്ടർ? കൈനറ്റിക് ഹോണ്ടയാ. അപ്പൊ സ്ലൈഡ് മതി. എന്റെ മുടി തുറന്നു കൊടുത്തിട്ടങ്ങ് തരാമേ. എടുത്തോണ്ട് പോടെ. പിന്നെ തറവാട് ക്ഷേത്രത്തിലെ കേസിന്റെയും വഴക്കിന്റെയും കാര്യം പറഞ്ഞല്ലോ. അമ്പലത്തിലൊരു ദേവപ്രശ്നം നടത്താൻ പോവുക. 3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് തിരഞ്ഞെടുപ്പും. അതിന്റെ ഓട്ടത്തിലാ ഞാൻ. അതുകൊണ്ട് തൽക്കാലം നമുക്കൊരു റിംഗ് എക്സ്ചേഞ്ച് നടത്താം. അപ്പോ കല്യാണം ഇപ്പൊ നടത്തണ്ടെന്നോ? ഇപ്പൊ വേണ്ട, 3 മാസം കഴിഞ്ഞ് ചിങ്ങത്തിൽ വിവാഹം. ശരി, അങ്ങനെ ആവട്ടെ. എനിക്കും സാവകാശം കിട്ടുമല്ലോ. പിന്നെ ഗോപിയുടെ ഹസ്ബൻഡ് അപ്പോഴേ സ്റ്റേറ്റ്സിൽ നിന്ന് വരൂ. സൗദാമിനി, നീ എവിടെ എന്ത് ചെയ്യാ? അശ്വതിയെ വിളിക്ക്. അതെ, പെണ്ണുകാണിൽ നടക്കും തോന്നണില്ല. എന്തു പറ്റി? അശ്വതി പുറത്തേക്ക് ഇറങ്ങി വരില്ല. കാരണം? വരില്ല, അത്ര തന്നെ. എന്തോ നകൃഷ്ണനാരി ഇത്? ആൾക്കാരെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നു. അയ്യോ, അങ്ങനൊന്നുമില്ല. ദേ, ഒന്നിങ്ങോട്ട് വന്നേ. അശ്വതി പുറത്തേക്ക് വേണ്ടി കൊല്ലം വരണം. പെണ്ണുകട കൊല്ലം വേണോ? കൊല്ലം കൊല്ലത്തേക്ക് ഇവിടുത്തെ കാര്യം. നിങ്ങൾ വേഗം പോയി ആ കൊല്ലം കോവിന്ദന്റെ മകനെ വിളിച്ചോടുക. അവരുമായി അവർക്കെന്തെങ്കിലും ബന്ധം? നിങ്ങൾക്ക് നാവിടുത്ത ഇതേ വരൂ. അതല്ല. അയ്യോ എന്റെ ഭഗവതി! എടാ ഗോവിന്ദ, പരമേശ്വര, വെളിയിലാരും ഇല്ലേടാ. എടാ വണ്ടി എടുത്തോണ്ട് പോയി കൊണ്ടനെ വിളിച്ചിട്ട് വേടാ. രാജകാലത്തിന് മുമ്പ് പെണ്ണുകാൾ നടക്കണം. എന്താ? എന്തു പറ്റി? മോളെ ഡ്രസ് മാറാനായി റൂമിനകത്തേര് വാതിലടച്ചു. ഡോറിന്റെ ഓട്ടോമാറ്റിക് ലോക്ക് വീണുപോയി. താക്കോലും കാണാനില്ല. അവള് മുറിക്കകത്തിരുന്ന് ബഹളം വെക്കുക. ഇനിയിപ്പോ ഒരു കൊല്ലം വന്നാലേ പെണ്ണിനെ കാണാനൊക്കൂ. മുഹൂർത്ത സമയത്ത് ഏതായാലും പെണ്ണിനെ ഒരു കൊല്ലം കാണണ്ട. പൂട്ടിന്റെ കാര്യം ഞാൻ സോൾവ് ചെയ്യാം. എവിടെയാ മുറി? ദാ അവിടെ. തുറക്കാൻ മോളെ, സമാധാനായിട്ടിരിക്കേ.
എന്തായാലും ജാതകം കൈമാറാലോ. പ്രാഗ പ്രതിനിധിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ സമ്മതം മൂളുന്നു. ജാതകം കൈമാറിക്കൊള്ളൂ, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. മുഹൂർത്തം വായിക്കാം. കൊല്ലവർഷം 1171 ചിങ്ങമാസം 4-ാം തീയതി കാലത്ത് 9:30 10:30 ഇവിടേക്കുള്ള ശുഭമുഹൂർത്തം. വിവാഹത്തിന് ഉത്തമം. എത്ര നാൾ കാത്തിരിക്കണം? നാശം പിടിച്ചൊരു ദേവപ്രശ്നം. അത് ദൈവത്തിന്റെ കാര്യമാ, കുരുത്തക്കേട് പറയരുത്. ആ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ പിന്നെ ടെമ്പററി പെർമിറ്റ് ആയി. തൽക്കാലം അത് മതി. എന്താ മാത്രമാകുന്നു മാടത്തും താഴത്തും പൂക്കാലം. ഈ ജന്മം ധന്യമായില്ലേ ചോദിപ്പൂ നിൻ കാതിൽ എന്നോളം. നെഞ്ചിലെ ചൂടിലാടുമ്പോഴും സുന്ദരത്തത്തോളം പാടുന്നപ്പോൾ കാതിൽ ചൊല്ലും ഓരോ വാക്കുകൾ കണ്ണീരും ചിരിയാക്കുന്നു എല്ലാം എൻ ജന്മത്തിൻ സൗഭാഗ്യം. എന്നാളും തുണയാകും ഞാൻ എന്നോതും പിന്നേറും എൻ മോഹം. കണ്ണിനിൻ കണ്ണു കാണുമ്പോഴും പുഞ്ചിരിക്കൊമ്പിലാടുമ്പോഴും നമ്മളൊന്നെന്ന മോഹം മാത്രം. ചെന്താഴം പൂവിൻ പൊട്ടിൽ കൊടുത്തതു സാർ ഇറങ്ങുന്നില്ലേ? ഇറങ്ങണം എന്നെനിക്കറിയാം. രാഹുകാലം കഴിയാൻ ഇനിയുമുണ്ട് 7 സെക്കൻഡ്. അത് കഴിഞ്ഞ് ഞാൻ ഈ മണ്ണി കാലുകുത്തു. ഇനിയുണ്ട് 3 സെക്കൻഡ്. 1 2 3. ഓക്കേ. ദേവി മഹാമായേ വിഘ്നേശ്വര. മാസങ്ങൾക്ക് ശേഷം കോടാലിപ്പറമ്പ് തറവാട്ടിലേക്ക് വലത് കാൽ വെച്ച് കയറാൻ തുടങ്ങുമ്പോ ഒരു ദുശകനം പോലെ കോടാലിയും കൊണ്ട് എതിരെ വരുന്നോടാ കഴുതേ. പിന്നെ കോടാലി പ്രകാശന്റെ മുമ്പിൽ കോടാലിയും കൊണ്ടല്ലാതെ പിന്നെ മഴവും കൊണ്ട് വരാൻ പറ്റും? എന്റെ പൊന്നു സാറേ, സാർ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മുറുകി പിടിക്കുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. ഞാൻ എന്ത് മുറുകെ പിടിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. ഓ. ഞാൻ ഈ കോടാലി മുറുകെ പിടിച്ച് പോ. എന്റെ ഭഗവതി. ഓടു. എന്റെ ഭഗവതി. ഗുഡ് മോർണിംഗ് അലിയ. ഓ, വന്നപ്പോഴേ തുടങ്ങിയോ ശകനോ അപശകനോ ഒക്കെ? ഇപ്പോഴെങ്കിലും എഴുന്നള്ളാൻ തോന്നിയല്ലോ. ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. ബാലേട്ടന്റെ റിംഗ് എക്സ്ചേഞ്ചിന് എല്ലാരും തിരക്കി, ചെറുക്കന്റെ അമ്മാവൻ വന്നില്ലേന്ന്. എന്റെ ഒരു സ്റ്റാറ്റസും പൊസിഷനും വെച്ച് എല്ലാവരും തിരക്കി കാണും എന്നെനിക്കറിയാം. പക്ഷെ എങ്ങനെ വരാൻ പറ്റും? ബാലന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് ചേച്ചി എനിക്ക് എഴുതിയ കത്ത് കൈ കിട്ടിയത് കറുത്തവാവിന്റെ. ഓ, അത് അപശകുനം. ആ വിവരം അളിയൻ ഫോണിൽ വിളിച്ചു പറഞ്ഞത് രാഹുകാലത്ത്. അത് അതിലേറെ അപശകുനം. എനിക്കപ്പോഴേ തോന്നി ഈ കല്യാണം നേരെ ജോയി നടക്കത്തില്ല എന്ന്. എന്റെ പൊന്നു പ്രകാശ, കുരുത്തക്കേട് പറയല്ലേ. എന്റെ പൊന്നംബിക ചേച്ചി, കറുത്തവാവും രാഹുകാലവും വക്രം ചെയ്തു നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളുമൊക്കെ വിവരമുള്ളവർക്കേ പറഞ്ഞാൽ മനസ്സിലാകൂ. നെല്ലിക്കാത്തളം വെച്ച് നിന്റെ ഭ്രാന്തിന് ചികിത്സിക്കേണ്ട സമയമായിരിക്കുന്നു. യുക്തിവാദിയായ സഖാവ് ശങ്കരമേനോന്റെ അളിയൻ
പക്ഷിശാസ്ത്രവും ഗൗളിശാസ്ത്രവും പറഞ്ഞു നടക്കുന്നത് എനിക്ക് നാണക്കേടാ. എന്നെ കുറിച്ച് ഓർത്ത് ആരും ഇവിടെ നാണം കടണ്ട. സ്വന്തമായി അധ്വാനിച്ച് ഇന്ന് ഈ വലിയ നിലയിലെത്തിരിക്കുന്നവനാണ് ഞാൻ. മലബാറിലെ പ്രോഗ്രാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. ഉർവശി ഉർവശി ടേക്ക് ഇറ്റ് ഈസി പോളിസി. ഞാൻ ഈ പാട്ട് പാടിയപ്പോ സ്റ്റേഡിയത്തിൽ ഒരു ആറ്റം ബോംബ് വീണ റിയാക്ഷൻ ആയിരുന്നു. കലക്കി മറിച്ചളിയ. 10ാം ക്ലാസ്സും തോറ്റ് തെണ്ടിത്തിരിഞ്ഞ് കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി നടന്ന നീയെ ഒരു ഗാനമേള ട്രൂപ്പ് ഇട്ടെങ്കിലും രക്ഷപ്പെട്ടല്ലോ, സന്തോഷമായി. നമ്മൾ അളിയന്മാരാണ്. അളിയൻ അളിയനായാ മതി, ഗുളികനാകരുത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ജാതക പൊരുത്തം നോക്കിയിട്ടാണോ ബാലചന്ദ്രന്റെ വിവാഹം നിശ്ചയിച്ചത്? അശ്വതിയുടെ വീട്ടുകാരൻ നോക്കിച്ചു. നല്ല പൊരുത്തം എന്നാ പറഞ്ഞത്. Stupid. നീ ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയോ? പറഞ്ഞു തുടങ്ങും. അവൾക്ക് എന്റെ ചില ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ജാതകവും പൊരുത്തമൊക്കെ നോക്കിയിട്ട് മതി ഈ കല്യാണം. 12ാം ഇടത്ത് വേടം കയറി നിൽക്കുന്ന പെണ്ണങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാലേ ഈ തറവാട് മുടിയും. പറഞ്ഞേക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ദോഷം നിങ്ങൾക്ക് തന്നെയാ. എന്തായാലും ഈ ജാതകം ഞാൻ വിശദമായിട്ടൊന്ന് പരിശോധിക്കും. അതൊരു അമ്മാവന്റെ അവകാശമാണ്. കഴുത. ആരെ? പരീക്ഷ കണ്ടിരുന്നു മോളെ? വളരെ ഈസി ആയിരുന്നു. എത്ര ഈസി ആയിട്ടും കാര്യമില്ല, നീ തോക്കും. നിനക്കിപ്പോ കണ്ടകശനിയാ, എങ്ങനെ എഴുതിയാലും നീ തോക്കും. പക്ഷെ ദേ ഇവർക്കിപ്പോ ബെസ്റ്റ് ടൈമാ. വെറുതെ ഇരിക്കുന്ന സമയത്ത് നീ BA എഴുത്, MA പാസ്സാകും. അതാണ് ടൈം. മതി മതി, ഒന്ന് നിർത്ത. എന്നിട്ട് അകത്ത് പോയി വല്ലതും കഴിക്കാം. നല്ല വിശപ്പുണ്ട്. അയ്യോ ചതിച്ച്. എന്താ ബല? ചെന്നിറങ്ങിയാൽ ഉടനെ വേൾഡ് ബാങ്ക് ടീമുമായി MD മൊത്തൊരു കോൺഫറൻസ് ഉണ്ട്. വലതുകാൽ വെച്ച് ഐശ്വര്യമായിട്ട് ഇറങ്ങിയപ്പോ ദാ നിൽക്കുന്ന അവശകനം നേരെ എതിരെ. ആര്? നീ തന്നെ. അവന്റെ ഒരു ഫുൾക്കൈ ഷർട്ടും കഫ്ലിങ്സും. ജില്ലാ കളക്ടറല്ലേ? കഴുത്തേൽ ഒരു കർച്ചീഫും വെച്ച് കൈരി കൊടുത്ത് നടക്കണേ. ബാല, വന്ന് കയറും മുമ്പേ നീ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. നിനക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഡ്രസ് മാക്സ് എ മാൻ. ഡ്രസ് മാത്രമല്ല, കയ്യിരിപ്പ് നന്നായിരിക്കണം. ഞാനില്ലാത്തപ്പം അമ്മാവനെന്നും പറഞ്ഞ് എന്റെ ഹോട്ടൽ മുറി കയറി താമസിച്ചിട്ട് ആ ജോൺ വർഗീസിന്റെ വാച്ച് അടിച്ചോണ്ട് പോയി. അടിച്ചോണ്ട് പോയതല്ല, എന്റെ പാട്ട് കേട്ടിട്ട് അയാൾ എനിക്ക് സമ്മാനിച്ചതാണ്. അയ്യ, സമ്മാനിച്ചത്. അച്ഛൻ അറിയൂ, 3 മണിക്കൂർ നേരം അവന്മാരെ പാട്ടുപാടി വധിച്ചതും പോലെ രാവിലെ ആയപ്പോ വാച്ച് കാണുന്നില്ല. എവിടാ വാച്ച്? അത് ഞാൻ പണയം വെച്ചു. ഇന്ന് തന്നെ എടുത്തു തരണം. ഇനിയിപ്പോ അത് എടുത്തു തരാൻ പറ്റില്ല, ഞാനത് വിറ്റു. വിറ്റോ? പണയം വെച്ചു. പണയം വെച്ചോ? വിറ്റു. സത്യം പറയണം. എന്നാ കൊണ്ടുപോയി കൊടു. ആർക്ക് വേണം നിന്റെ ഈ ചീപ്പ് വാച്ച്? കൊണ്ടുപോയി കൊടു. എല്ലാരും കണ്ടല്ലോ, അമ്മാവനൊക്കെ ശരിയാണ്. പക്ഷെ വീട്ടിനകത്ത് കയറുമ്പോ ഒരു കണ്ണ് വേണം. പരമ കള്ളൻ. അയാൾ എനിക്ക് സമ്മാനിച്ചാണളിയാ. പിന്നെ എല്ലാരും വെള്ളമായിരുന്നു. ഇപ്പൊ തന്നെയാണാ എടുത്താണാ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായില്ല. ബാ അടി ചേച്ചി, ചോരവിളമ്പ്. റിഹേഴ്സലിന് പോണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. അറബിക്കടലോരം കണ്ടൽ കണ്ടേ, അന്ത കണ്ടൽ കണ്ടേ. അമ്മ 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 അമ്മ. നമസ്കാരം സർ. എന്താ വേണ്ടത്? ഞാനൊരു പാട്ടുകാരിയാണ്. ചെമ്പാശ്ശേരി ശകുന്തള. ഈ ട്രൂപ്പിൽ പാടാൻ കൊതിക്കുന്ന പ്രകാശൻ സാറിന്റെ ഒരു ആരാധികയാണ് ഞാൻ. പാടിപ്പാടി വിഷമിച്ചു പോവുമല്ലോ. ഈ ട്രൂപ്പിൽ എന്നെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തൂ. ഈ ട്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തണോ? നിന്റെ അസുഖം വേറെയാ. ഈ രോഗത്തിന് ചികിത്സിക്കേണ്ട ഞാനല്ല, ഏതെങ്കിലും മെന്റൽ ഡോക്ടറാണ്. പ്രകാശൻ സാറേ, ഞാൻ സാറിന്റെ ഒരു ആരാധികയാണെന്ന് കേറി വന്നപ്പോഴേ പറഞ്ഞതാ. എന്നെയാണ് താൻ ഇൻസൾട്ട് ചെയ്തത്. കുറച്ച് ദിവസമായിട്ട് നീ എന്റെ പുറകെ ചുറ്റിക്കിറങ്ങുക. എന്താ നിന്റെ ഉദ്ദേശം? മിസ്റ്റർ ഫിലിപ്പോസ്, പിടിച്ച് പുറത്താക്കണോ ഇതിനെ? അത് ഞാൻ ഏറ്റു. എന്നെ പിടിച്ച് പുറത്താക്കാൻ നിനക്ക് അത്ര ധൈര്യം? ഓടാലിപ്പറമ്പിൽ പ്രകാശന്റെ ഗാനമേള ട്രൂപ്പിൽ കടന്നു കയറി എന്റെ ഡ്രമ്മറത്തല്ല നീ ആരടി? താൻ കോടാരിയാണെങ്കിൽ ഞാൻ വെട്ടുകത്തിയാണിടോ. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് താൻ എന്നെ അവമാനിച്ചതിന് തന്നെ ഞാൻ വെറുതെ വിടത്തില്ല. സത്യം, എന്റെ പരമാര മുത്തിയാണ് സത്യമേ. ചെവി നുള്ളിക്കോ. നാണമില്ലടോ ഒരു പെണ്ണിനെ ഇന്ന് തല്ലുവാങ്ങാൻ. തിരിച്ചടിച്ചോളൂ തനിക്ക്. അവളെ തിരിച്ചടിക്കാൻ എനിക്ക് കരുത്തില്ലാഞ്ഞിട്ടല്ല. അവൾ ആരാണെന്നറിയോ? കളമശ്ശേരി ആലുവ പ്രദേശത്തെ പ്രധാന റൌഡി ചെമ്പകശ്ശേരി ചന്ദ്രപ്പന്റെ സഹോദരിയാണവൾ. അവനുമായിട്ടാണ് താൻ അംഗം കുറിച്ചോന്ന് ഓർത്തോ? ഇതോടെ ഞാൻ എന്റെ ഡ്രം അടിച്ച് നിർത്തുക. ഇനി അവനിങ്ങോട്ടൊന്ന് കൂടും കുടുക്കെടുത്ത് പുറത്തേക്ക് എറിയുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് പോവുക. മിസ്റ്റർ ഫിലിപ്പോസ്, നിൽക്ക്. ആരെയും ഭയക്കാത്തവനാ ഞാൻ. ചന്ദ്രപ്പനെ ഞാൻ ഡീൽ ചെയ്തോളാം. തുടങ്ങിക്കോ. റെഡി, 1 2 3. എന്നവളെ അടി എന്നവളെ എൻ ഹൃദയത്തെ തുലൈത്തുവിട്ട് ചിക്കുബുക്ക് ചിക്കുബുക്ക് റൈലേ നിനക്കത് പറയ്. ചതിച്ചു. കൊല്ലിനെ കൊല്ലുന്നില്ല. എന്താ? എന്ത് പറ്റി? ഇനിയിപ്പോ എന്ത് പറ്റാൻ?
നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയപ്പോ ഒരു കണ്ടം പൂച്ച കുറുകയല്ല കാലിൽ തന്നെ ചാടി കയറി. ഇന്നിനിപ്പോ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടാവുമോ? ഓ എന്റെ പ്രകാശം മാമ കുറെ കഷ്ടം തന്നെയാ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ജന്മം. ഗൗളി ശാസ്ത്രവും പക്ഷിശാസ്ത്രവും പോലെ ചേച്ചി പൂച്ച ശാസ്ത്രവും സത്യമുള്ളതാണ്. പതുക്കെ ശങ്കരനോട് കേട്ടോണ്ടിരിപ്പുണ്ട്. ആര് കേട്ടാലും ശരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഈ ഏരിയയിലെ മുഴുവൻ പൂച്ചയും കൊന്നിരിക്കണം. പൂച്ചയെ കൊല്ലുന്നതിനേക്കാൾ ഭേദം എന്നെ കൊല്ലുന്നതാവും എന്നായിരിക്കും അളിയൻ പറയാൻ പോകുന്നത്. അളിയൻ ഇതും പറയും ഇതിലപ്പുറവും പറയും. ഓരോ അനുഭവങ്ങൾ വരുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കൂ. ദേ ഇപ്പൊ യമകണ്ടക സമയമാണ്. ഈ സമയത്ത് പൂച്ച കുറുകെ ചാടിയാൽ അപകടം ഉറപ്പാ. ഉടനെ അമ്മാവനൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. ഓഹോ, അപ്പൊ അതിന്റെ അർത്ഥം എനിക്ക് മെന്റലാണെന്ന് അല്ലേ? മാറ്. എടാ കോടാലി, എടാ കോടാലി പ്രകാശ. കോടാലി നിന്റെ അച്ഛൻ. അച്ഛനെ അല്ലടാ നിന്നെ വിളിച്ചേ. തലയിലിട്ടിരിച്ചിരുന്നു ഊളനെ പോലെ ഓരിട്ടാണോ വിളിക്കുന്നത്? അയ്യേ, ഊളനെയും കരുതിയും തിരിച്ചറിയാൻ മേത്ത കോടാലി. പോയ കാര്യം എന്തായടാ? ഈ പാലാരിവട്ടം ഫിലിപ്പോസ് ഒരു കാര്യം ഏറ്റതാ, പിന്നെ അതുകൊണ്ട് പൊങ്ങു. കിടന്ന് വട്ടം ചുറ്റാതെ കാര്യം പറയടാ. അശ്വതിയുടെ ജാതകം കിട്ടിയോ? കിട്ടിയെന്ന് മാത്രമല്ല, ഏലൂർ ഗോപാലൻ ജോൾസിന്റെ ശിഷ്യനിൽ നിന്ന് ഈ ജാതകത്തെ കുറിച്ചുള്ള ചില ഡെൽക്കോകൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. ജാതകം എവിടെ? ജാതകം ജോത്സ്യൻ എന്ത് പറഞ്ഞു? പെണ്ണിന് കേസരി യോഗം വലുതുണ്ടോടാ? കേസരിയല്ല, പെണ്ണിന് ഗജകേസരി യോഗം, അമലായോഗം, ശശിമംഗള യോഗം ഒക്കെ ഉണ്ടെന്നാ അയാള് പറഞ്ഞത്. അവള് വലതുകാലി വെച്ച് വന്ന് കയറുന്ന വീടിന് സർവ്വ ഐശ്വര്യവും. അപ്പൊ നടത്താല്ലേ? എന്ത് വില കൊടുത്ത് നടത്താം. പിന്നെ ചെറിയൊരു കുഴപ്പം. എന്ത് കുഴപ്പം? അത് ഞാൻ പറയുന്നത് ശരിയല്ല. പറഞ്ഞാൽ നിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടും. നീ പറയാതിരുന്നാലാണ് എനിക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. പറയടാ. പറയുമ്പോ നീ ഞെട്ടരുത്. ഈ ജാതകക്കാരിയുടെ വിവാഹം നടന്നാൽ ഭർത്താവിന്റെ അമ്മാവന് ചില ദോഷങ്ങൾ ഉണ്ടാകുമെന്ന്. അത് കുഴപ്പമില്ല. ഭർത്താവിന്റെ അമ്മാവനാ? അത് ഞാനല്ലേടാ? അതെ. എന്ത് കുഴപ്പം? അതൊന്നും തുറന്നു പറയുന്നില്ല. സംഗതി അല്പം അപകടമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും നീ സൂക്ഷിക്കണം. ആ ജോത്സ്യന്റെ മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് സംശയം കൂടി. ദിനപ്പൊരുത്തം, രാശിപ്പൊരുത്തം, രാശാധിപ പൊരുത്തം, വേദം, സഞ്ജു, ഗണം എന്നിങ്ങനെ 10 പൊരുത്തങ്ങളിൽ 8ഉം ഉത്തമാണേ. വധുവരന്മാരുടെ ഭാവി ജീവിതം സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി സന്തുഷ്ടമായിരിക്കുമ്പോ നടത്തിക്കോളൂ. ഈ പെണ്ണിന്റെ ജാതകവശാൽ ഭർത്താവിന്റെ അമ്മാവന് വല്ല കുഴപ്പവും ഉണ്ടാകുമോ? അതൊന്നും കാര്യമാക്കണ്ട. പയ്യന്റെ അമ്മാവൻ എന്ന് പറയുമ്പോ തന്നെ വയോവൃദ്ധനായിരിക്കുമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ സമാധാനിക്കുക. വയോവൃദ്ധനാണോ യുവാവാണോ എന്നൊന്നും ആശാൻ നോക്കണ്ട. ഭർത്താവിന്റെ അമ്മാവന് വല്ല പ്രശ്നവും ഉണ്ടാവുമെങ്കിൽ അത് തുറന്നു പറയണം. 9ാം ഭാവാധിപനായ ബുധൻ അഷ്ടമാധിപനോടുകൂടി നീചത്തിൽ നിൽക്കയാൽ ഭർത്താവിന്റെ അമ്മാവനെ നാശം സംഭവിക്കുന്ന ആ ഫലം. വിവാഹം നടന്ന് 8ാം നാൾ ഭർത്താവിന്റെ അമ്മാവൻ മരിക്കും. അപ്പൊ 9ാം ദിവസം ശവസംസ്കാരം നടത്താം അല്ലേ അച്ഛനെ? അപ്പൊ വൈകുന്നേരം അനുശോചന യോഗം വേണം. അതിനു മുമ്പ് വെറുതെ പൊതുദർശനത്തിന് വെക്കണം. ഏയ്, ഇതങ്ങനെ പൊതുദർശനത്തിന് വെക്കാൻ പറ്റിയ ബോഡിയല്ല. ഓർക്കസ്ട്രയുടെ പേരിൽ ഒരു റീത്ത് വെക്കാം, അത് മതി. പിന്നെ കടങ്ങളൊക്കെ കൊടുത്തു തീർത്ത് അന്തസ്സായിട്ട് മരിക്കണേ. അപ്പൊ ഓർക്കസ്ട്രയോ? അത് ഞാൻ എഴുതി മേടിക്കാം. നിനക്ക് അന്ത്യാഭിലാഷം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോണം. നിനക്ക് ഇലക്ട്രിക് മസാല വേണോ അതോ നാടൻ കുഴി തന്നെ മതിയോ? ഗായകൻ എന്ന നിലയിൽ നിന്റെ തലച്ചോറ് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. വൃക്കയും കണ്ണുകളുമെങ്കിലും നീ സമൂഹത്തിന് വേണ്ടി ദാനം ചെയ്യണം. ഉറപ്പാണോ ജോത്സരെ? ഉറപ്പ്. ഹതഭാഗ്യരായ അമ്മാവായി ഞാനാണ് ജോത്സരെ. അപ്പൊ ചെറുപ്പാണല്ലേ? കർക്കിടക രാശി ലഗ്നമായി വരികയും ചൊവ്വ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് അഷ്ടമാധിപനെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യാൽ ഈ ഫലം ഉറപ്പാ. നിങ്ങളുടെ ആയുസിന് ദോഷം സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ വിവാഹം നടത്താതിരിക്കണതാ നല്ലത്. ഞാൻ പ്രവചിച്ചിട്ടുള്ളതൊന്നും ഇതുവരെ ഫലിക്കാതിരുന്നിട്ടില്ല. പ്രകാശ, നീ വിഷമിക്കണ്ട. സമാധാനമായിട്ട് മരിക്ക്. വേണ്ട പ്രകാശ, വേണ്ട. ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഈ വീട്ടിൽ ആരെ അടിച്ചേൽപ്പിക്കാൻ നീ ശ്രമിക്കണ്ട. മഞ്ഞുമ്മൽ മണികണ്ഠൻ ജോത്സ്യൻ ഗണിച്ചു പറഞ്ഞാൽ അത് പിഴക്കില്ലെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പാലിൽ അവളെ കെട്ടിന്റെ അന്ന് ഞാൻ തട്ടിപ്പോവുകയാ. നിന്റെ സഹോദരിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ ജാതകവും മുഹൂർത്തവും ഒന്നും നോക്കിയില്ലല്ലോ. ജാതകപ്രകാരം നിന്റെ പെങ്ങൾക്ക് ചൊവ്വാദോഷമില്ലേ?
എന്നിട്ട് എന്ത് ദോഷം ഞങ്ങൾക്കുണ്ടായി? ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്റെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ അളിയനെ കണ്ടിട്ടുള്ളത്. കാലന്റെ സ്ഥാനത്ത് കയറി അളിയൻ നിൽക്കരുത്. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ എനിക്ക് ജീവിച്ചിരുന്നേ പറ്റൂ. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാനാണെങ്കിൽ നീ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലളിയാ. രക്ഷപ്പെടുന്ന ഗണത്തിൽപ്പെടുന്നവനല്ല നീ. അളിയനായ അന്ന് മുതൽ അളിയൻ എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടാലിപ്പറമ്പ് തറവാട്ടിലെ 7 സഹോദരിമാരുടെ ഒരേ ഒരു കോടാലി കുഞ്ഞാങ്ങളെ അല്ലേ അളിയാ ഞാൻ. പക്ഷെ പ്രയോജനമില്ലല്ലോ. കല്യാണക്കുറിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിന്റ് ചെയ്യാൻ ഇന്ന് തന്നെ പ്രസ്സിൽ കൊണ്ടുപോയി കൂടെ. എന്നാ പിന്നെ അതിന്റെ കൂടെ എന്റെ സഞ്ചയനത്തിലുള്ള കാർഡ് കൂടി അടുപ്പിച്ചോളിയാ. അത് കേട്ടോ, ഗൗളി ചലച്ചു. ഗൗളിക്ക് വയറ് വെച്ചെന്നിട്ട് ചലിച്ചതാ പ്രകാശ. എന്നാ പിന്നെ ഗൗളിക്ക് ഞാൻ ചില്ലിച്ചിക്ക മാറ്റി കൊടുക്കാം. ഇത് ബിഷപ്പിന്റെ വിളി അല്ലളിയാ, അപശകുനത്തിന്റെ മുന്നറിയിപ്പാ. ഇങ്ങനെയൊക്കെ ദോഷം ഉണ്ടാവുമെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാലോ? അതാ എന്റെ അഭിപ്രായം. വെറുതെ പ്രകാശമാമനെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വിഷമം വരുത്തി വെക്കുന്നത് ഇവനാ. കല്യാണക്കാരിയൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. വല്യമ്മാമന്റെ കല്യാണത്തിന് എനിക്കും പട്ടുപാവാട വേണം മുത്തച്ഛ. എന്റെ മോക്ക് മുത്തച്ഛൻ പട്ടുപാവട തന്നെ വാങ്ങിത്തരാം. എന്തിനാ പട്ടുപാവാട മാത്രമാക്കുന്നത്? എന്റെ ഡെഡ് ബോഡിയിലിടാൻ ഒരു പട്ടും കച്ചയും കൂടി വാങ്ങിച്ചോളൂ. ജാതകം പിഴക്കില്ല. കല്യാണം നടന്നാൽ 8ാം ദിവസം ഇവിടെ ഈ തറയിൽ കാലിങ്ങല മലർന്നു കിടക്കും. കുരുത്തക്കേട് പറയാതെ പ്രകാശ. തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിയോട് പോലും വിധി നടപ്പാക്കും മുമ്പ് ജഡ്ജി ചോദിക്കും, ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന്. ആ ദൈവം പോലെ ഈ വീട്ടിൽ ആർക്കും എന്നോടില്ലേ? അമ്മാവും വിഷമിക്കണ്ട. എന്തെങ്കിലും പരിഹാരവും പൂജ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തിട്ട് വിവാഹം നടത്തിയാൽ മതി. പരിഹാരം ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഞാനും ബാലനും തമ്മിൽ നേരിൽ കണ്ടാൽ കീരിയും പമ്പുവാണെങ്കിലും എന്റെ ആയുസ്സിന് ദോഷം വരുന്ന ഒരു പ്രവൃത്തി അവൻ ചെയ്യില്ല. എനിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. ഈ വിവാഹം അവൻ വേണ്ടെന്ന് വെക്കും. വരട്ടെ. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞുള്ള ഈ കാത്തിരിപ്പ് വല്ലാത്തൊരു ശിക്ഷയാണ്. ഇനി 2.5 മാസമല്ലേ ഉള്ളൂ. ഒന്ന് സമാധാനായിട്ടിരുന്ന്. ഈ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടല്ലേ. മുഹൂർത്ത സമയത്ത് താലി കെട്ടുമ്പോ വർഷങ്ങളായി പ്രേമിച്ച പെണ്ണിനെ കിട്ടിയ ഒരു സന്തോഷം. അതെ, എന്റെ മനസ്സിന്റെ പൂട്ട് തുറന്നതുപോലെ ഈ ഗ്യാപ്പിനിടയിൽ വേറൊരു പെണ്ണിന്റെ മനസ്സിന്റെ പൂട്ട് തുറക്കരുത് കേട്ടോ. ഹേയ്, പെണ്ണുങ്ങളുടെ മനസ്സ് തുറക്കുന്ന താക്കോല് ഞാൻ കടലിലെറിഞ്ഞു. അപ്പൊ കൊറേ നമ്പർ കാണിച്ചിട്ടുള്ള ആളാണല്ലേ. ജീവിതത്തിനൊരു ത്രില്ലൊക്കെ വേണ്ടേടോ. കുറച്ച് നമ്പരൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ തന്റെ മോതിരം വിരലിൽ കയറിയതോടെ എല്ലാം വെച്ച് കിട്ടി. സത്യം, പ്രോമിസ്, സത്യടോ. ചേടാ, ഇത് കുറെ നേരമായാലും റിസീവറും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളും കുറെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടേ. ഫോൺ കട്ടിയടേ, ഞങ്ങൾക്ക് വിളിക്കാനുള്ള. ഇത് വലിയ ശല്യമായല്ലോ. എന്താ ബാലേട്ടാ? സ്വർഗത്തിലെ കട്ടുറുമ്പുകള് ആ PCയിലെ ശാന്തകുമാറും യുണീക്കിലെ പ്രതാപനുമാ. ഒരു മിനിറ്റ് എടേ, പ്ലീസ്, അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. പിന്നെ വാടേ പുറത്ത് പോയാൽ അങ്ങനെ വിളിക്കാം. അസൂയ ഞാൻ മിരട്ടി വിട്ടു. പാവങ്ങൾ പേടിച്ചു പോയി. ആ പിന്നെ ഇത്തവണ ഫോണിന്റെ ബില്ല് വരുമ്പോ അച്ഛൻ ഞെട്ടിപ്പോവും. ഇന്നലെ 10 മണിക്ക് റിസീവറും പിടിച്ചിരുന്നിട്ട് 1:30-ക്കല്ലേ കട്ട് ചെയ്തത്. റിംഗ് എക്സ്ചേഞ്ചിനും കല്യാണത്തിനും ഇടയിലുള്ള ഗ്യാപ്പ് ടെലിഫോൺ വകുപ്പിനൊരു ഭാഗ്യമാണ്. കട്ടാക്കരുത്. കട്ടായി. നിന്നോടാരാ പറഞ്ഞ ഫോൺ? നീ എന്നെ രക്ഷിക്കണം. വല്ല ചെറ്റത്തരം കാണിച്ചിട്ട് രക്ഷപ്പെടാൻ ഇങ്ങോട്ട് കയറി വന്ന പോടാ പുറത്ത്. അങ്ങനെ പറയല്ലേ ബാല. എന്റെ ജീവൻ ഇപ്പൊ നിന്റെ കയ്യിലാ. നിനക്ക് മാത്രമേ എന്നെ ഇപ്പൊ രക്ഷിക്കാൻ പറ്റൂ. ഇതിനു മുമ്പ് പല പ്രശ്നത്തിനും നിന്നെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ഈ മോഷണത്തിന് പിടിച്ചു പറിക്കും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. നീ പോയ ബാല, അതൊക്കെ ഞാൻ നിർത്തി. എന്റെ ജീവനാ എനിക്കിപ്പോ വലുത്. നീ വാ, എല്ലാം ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ ഫോൺ ചെയ്യട്ടെ. ഫോണൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. നിനക്ക് ഫോൺ ചെയ്യാൻ ഞാൻ ഒരു STD ബൂത്തിലിട്ടിരും. എന്താ ഒക്കെ ഞാൻ പറയാം. നീ വാ, ആദ്യം എന്റെ ടെൻഷൻ ഒന്ന് കുറയട്ടെ. നീ കാര്യം പറ.